സാരംഗ് സുധാകരൻ തുടരുന്നുണ്ട്. സാരംഗ്, ഈ ഭാഗ്യശാലി ഏത് ജില്ലയിൽ നിന്നാണ്? എന്തെങ്കിലും പേര് ലഭ്യമാണോ? അടുത്ത ജില്ലാ ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അപ്പോൾ വിശദാംശങ്ങൾ വരുന്നതേ ഉള്ളൂ. കാരണം നറുക്കെടുപ്പ് നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നാം സമ്മാനവും രണ്ടാം സമ്മാനത്തിന്റെയും നമ്പറുകൾ ഇപ്പോൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ അതിൽ ഏത് ജില്ലയിലാണെന്ന കാര്യം അല്പനിമിഷങ്ങൾക്കകം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ സജീവ സൂചിപ്പിച്ച പോലെ തന്നെ 10 കോടി രൂപയുടെ സമ്മാനാർഹൻ സമ്മാനാർഹ എന്ന് പറയുന്നത് SB 517026 517026 എന്ന നമ്പറിനാണ് 10 കോടിയുടെ ഭാഗ്യം എത്തിയിരിക്കുന്നത്. അതേപോലെ തന്നെ രണ്ടാം സമ്മാനം SE 660573 എന്ന നമ്പറിനുമാണ് ലഭിച്ചിരിക്കുന്നത്. മറ്റേ ഇതേ സീരീസിൽ തന്നെയുള്ള ഇതേ നമ്പറിൽ തന്നെയുള്ള മറ്റ് സീരീസുകൾക്ക് സമാശ്വാസ നമ്പറും സമാശ്വാസ സമ്മാനമടക്കം ലഭിക്കുമെന്നാണ് പ്രത്യേകത. മറ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റ് നമ്പറുകളിലേക്ക് അടക്കം മൂന്നാം സമ്മാനമടക്കമുള്ള മറ്റ് ഭാഗ്യവാന്മാർ ആരൊക്കെയാണെന്ന കാര്യത്തിലാണ് ഇപ്പോൾ വ്യക്തത വരേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് ജില്ലയിലേക്കാണ് പോകുന്നത് എന്ന കാര്യത്തിൽ അല്പനിമിഷങ്ങൾക്കകം തന്നെ ലോട്ടറി വകുപ്പിന്റെ ഭാഗത്തു നിന്നും അത് ഏത് ഏജൻസിയാണെന്ന കാര്യത്തിലടക്കം നിമിഷങ്ങൾക്കകം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഏത് ഭാഗ്യവാൻ, അത് സംസ്ഥാനത്തിന്റെ ഏത് ഭാഗത്തു നിന്നാണ്. നമുക്കറിയാം, ഇതിനു മുൻപ് പല ബമ്പറുകളും കേരളം വിട്ട് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇവിടെ യാത്രയ്ക്ക് വരുന്നു ടൂറിസ്റ്റുകളായി വരുന്ന പലരും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും വരുന്ന പല യാത്രക്കാരടക്കം ഇവിടെ നിന്നും ടിക്കറ്റ് എടുത്ത് അങ്ങനെ ഭാഗ്യശാലികൾ കേരളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് മലയാളിക്ക് തന്നെയാണോ ഇത്തവണ സമ്മാനം ലഭിക്കാൻ പോകുന്നതല്ല, അത് കേരളം വിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം വ്യക്തത വരേണ്ടതുണ്ട്. അതിന് തന്നെയായാലും കേരളത്തിനകത്ത് ഏത് ജില്ലയിൽ നിന്ന് വിറ്റ ഏത് ഏജൻസിയിൽ നിന്നാണെന്ന കാര്യം അല്പനിമിഷങ്ങൾക്കകം തന്നെ വ്യക്തമാകുന്നുണ്ട്. യെസ്, എന്തായാലും ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത് ഏത് ജില്ലയിലാണ്, ഏതാണ് ഏജൻസി, ഉടൻ തന്നെ വ്യക്തമാകും. അതിന്റെ നമ്പറുമായി വെച്ച് നോക്കുമ്പോൾ ലോട്ടറി വകുപ്പിന് കൃത്യമായ കണക്കുണ്ട്. അത് കൃത്യമായി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ കഴിയും. എന്തായാലും ഈ നമ്പർ അടിച്ച ഭാഗ്യവാൻ ഒരുപക്ഷെ ഈ വാർത്ത കാണുന്നുണ്ടാവാം. താൻ ഭാഗ്യശാലിയാണെന്ന കാര്യം അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുമുണ്ടാവാം. കൊച്ചിയിൽ ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ, ആ ലോട്ടറി കടയുടെ മുന്നിലെ ആംബിയൻസ് എന്താണ്? ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അവിടെയാണോ ലോട്ടറി അടിച്ചത്? സജിത്ത്, അറിയില്ല എവിടെയാ ലോട്ടറി അടിച്ചെന്നുള്ളത്. പക്ഷേ ഈ ലാസ്റ്റ് മൊമെന്റ് ഇപ്പൊ ടിക്കറ്റുകളെല്ലാം മാറ്റിയിട്ടുണ്ട്. എന്നാലും നമ്മൾ നിന്ന ഒരു സമയത്ത് ലാസ്റ്റ് മൊമെന്റിൽ ഒരുപാട് ആളുകൾ വന്നിട്ട് ടിക്കറ്റ് വാങ്ങി പോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. വലിയ വിൽപ്പന നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവരും സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ റെക്കോർഡ് വിൽപ്പനയാണ്. ഏതാണ്ട് 41 ലക്ഷത്തിലധികം ടിക്കറ്റുകൾ വിറ്റ് പോയിട്ടുണ്ട്. അതിന് 30,000-ലധികം താഴെ ടിക്കറ്റുകളാണ് വിറ്റ് പോകാനുള്ളതെന്നായിരുന്നു കണക്കുകൾ വ്യക്തമാക്കിയത്. എന്തായാലും ഇതുപോലെ തന്നെ അവസാന മൊമെന്റിൽ ഒരുപാട് വിൽപ്പനകൾ നടന്നിട്ടുള്ള ഇടങ്ങൾ ഉണ്ടാകണം. എന്തായാലും ആളുകൾ അതിനെ, അതായത്